അറിഞ്ഞോ നമ്മളെ ബിബീഷ് ബാലിന്റെ കല്യാണം ഉറപ്പിച്ചു ഇന്നലെയാന്ന് തോന്നുന്നു. അതല്ല അത് നല്ല കാര്യമല്ലേ, അതിന് നിനക്കെന്താ? നിങ്ങൾ ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഓരോ ചെയ്യാവോ? അതുപോട്ടെ ക്ലബിലെ മെമ്പേഴ്സായി നമ്മ ഇത് അറിഞ്ഞിട്ടില്ല, നിങ്ങൾ അറിഞ്ഞോ? അത് ശരിയാണല്ലോ. ആ അവന്മാരൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? ക്ലബില്. നമ്മളെ സംവിധായകനോ? കിരണോ? ഓനിപ്പോ ഏതെങ്കിലും ചാനൽ ഇന്റർവ്യൂ. കിരൺ ബാബു നെല്ലിയത് വലിയൊരു താരനിര. ഏറെക്കാലത്തിന് ശേഷം ബോക്സ് ഓഫീസ് വിജയവും അതുപോലെ നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങിയൊരു ചിത്രം. ഒരു ഡ്രീം സ്റ്റാർട്ട് അല്ലേ? സനീഷ് സ്വപ്നങ്ങളെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഞാൻ ഒറ്റയ്ക്കും ഒരുമിച്ചും സ്വപ്നം കണ്ടിട്ടുണ്ട്. കുറേ ആളുകളിൽ ചിലർ ഇപ്പോഴും ഉണ്ട്, ചിലർ പോയി. പക്ഷെ പോകുമ്പോൾ സ്വപ്നങ്ങളെ കൂടെ കൊണ്ടുപോകാറില്ല. ഈ നിർത്തിയ സ്വപ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. താങ്കളുടെ സിനിമ കണ്ടിട്ട് ശ്രീ മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. ഹാപ്പൻ ടു വാച്ച് പള്ളിമണിയും പേമാരിയും ഡയറക്റ്റഡ് ബൈ മിസ്റ്റർ കിരൺ ബാബു നെല്ലിയത്. ഐ റിയലി ഡോണ്ട് ഹാവ് വേർഡ്സ്. ഓൾ ഐ ഹാവ് ടു സേ ഈസ് ദും 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 ദുന്ദുബിനാദം നാദം നാദം. ദും 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 ദുന്ദുബിനാദം നാദം നാദം. സനീഷ് some technical issues. സനീഷ് എടാ ആദ്യം ഒരു സിനിമയെങ്കിലും ചെയ്തിട്ട് ഇന്റർവ്യൂ ഉണ്ടാക്ക്. ഒരു കാര്യമുണ്ട്, നീ എനിക്ക് വന്നേ. നിനക്കൊന്നും ഉറക്കില്ല ചങ്ങായി. എടാ ഉച്ച ആവാനായി, നീ എനിക്ക് വന്നേ, ഞാൻ പുറത്തുണ്ട്. എന്നാന്ന്? എടാ ഓന്ത് വിഭീഷണ കല്യാണം ഉറപ്പിച്ചെന്ന്. ഏത് നമ്മളെ വിഭീഷിന്റെ? നമ്മ അറിയാണ്ട. നീ എനിക്ക് പുറത്തേക്ക് വന്നേ. ഞാൻ വരുന്നു. ഒന്ന് വേഗം വാചങ്ങായി, എത്ര നേരെ കാത്തുക്കുന്നു? ഡെയിലി ഒരേ സ്വപ്നല്ലേ? അങ്ങനെയാണ് കാണുമ്പോൾ നിനക്ക് വിചാരിച്ചൂടെ അത് സ്വപ്നാന്ന്? എടാ ഇൻസെപ്ഷൻ എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ ഡിക്കാപ്രിയോ സ്വപ്നമാണോ സത്യമാണോ അറിയാൻ വേണ്ടിട്ട് ഒരു പമ്പരം എടുത്ത് തിരിക്കും. പമ്പരം തിരിഞ്ഞോണ്ടിരുന്ന സ്വപ്നം, പമ്പരം വീണാൽ ഒറിജിനൽ. അടുത്ത പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്യണം. അതടക്കട്ടെ, നീ കയറി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആടാ ബിബീഷ് പട്ടി, നീ വണ്ടി വിട്, ക്ലബിലേക്ക് വണ്ടി വിട്. സീൻ ക്ലബ്. ഗോ! ഇത്ര മാത്രം ചർച്ചയ്ക്കാനൊന്നുമില്ല. ഓരോ കല്യാണം ഉറപ്പിച്ചു നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പുറത്തെ ഈ നാട്ടിൽ നടക്കുന്ന കല്യാണം വരെ സുമലതയിൽ പറയും ഉറപ്പിച്ച ഉടനെ, അല്ലെ? ഇതിപ്പോ കൂട്ടത്തിലോടത്താണ്. അല്ല, നമ്മ അറിയാണ്ട് നടത്താനും ഉറപ്പിക്കാനും മാത്രം എന്ത് സീക്രട്ട് ഇല്ലല്ലെന്ന് അറിയണല്ലോ. നമ്മൾ നേരെ പോകുന്നു, ചോദിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ കുത്തിനു പിടിക്കും. നടക്കുന്ന കേസ് പറ. പിടിച്ച ഉടനെ തള്ളി കൊണ്ട് തരൂ. ഓനാരാ മുതലി? വെറുതെ നെഗറ്റീവ് അടിപ്പിക്കല്ലേ അമലെ. അല്ല, നമ്മളോട് പറയാത്ത വിട്. പവിയേട്ടനോടെങ്കിലും ഒരു കാര്യം പറയാറുണ്ടല്ലോ. പറയാറുണ്ടല്ലോ. ആ പവിയേട്ടന് ഇതിലൊരു റോളും ഇല്ലേ? പവിയേട്ടനോട് എന്താ പറയാത്തത്? അല്ല, ഓൻ പറയാത്തത് തെറ്റ് തന്നെയാന്ന്. ആന്ന്. പക്ഷെ ഇതൊക്കെ ഓരോരുത്തർക്ക് തോന്നി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. എന്നിട്ട് തോന്നിയില്ലല്ലേ? പിന്നെ ഓന്റെ ഫാമിലിന്റെ കാര്യമാണ്, അതും നമ്മൾ നോക്കണമല്ലോ. എന്റെ പവിയേട്ട. ഗൈസ്, ഓൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരറിയണ്ടേ? അറിഞ്ഞോളാം. എന്നാ റെസ്റ്റ് എടുക്കാണ്ട് വാ, ചോദിക്കാം. ഓക്കെ പവിയേട്ടാ. ഇല്ലടാ, നിങ്ങൾ പോയിട്ട് വാ, എനിക്ക് ഇച്ചിരി പരിപാടിയുണ്ട്, നല്ല തിരക്കാന്ന്. പാവിയേട്ടാ, നിങ്ങളില്ലാണ്ട് എന്ത്? നമുക്ക് പോയിട്ട് പെട്ടെന്ന് പറയുന്നത്. ഹലോ ഹലോ, പവിയേട്ടനല്ലേ? ആ അതെ, ഞാൻ സുജിനയാണ്. ആ പറയ്. ഇന്ന് തിരക്കില്ല? ഒരു തിരക്കൂല. പിന്നില്ലേ, ഒന്ന് കാണാൻ പറ്റുവാ? ആ കാണാലേ. ഞാൻ പാലത്തിന്റെ അടുത്തേക്ക് വരുവാ. ആ വരാ. ശരി. എടാ നിങ്ങൾ പോയിട്ട് വാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. നിങ്ങ വരുന്നില്ലേ? വരണ്ട, നമ്മ ചോദിക്കും. സുമലതയിലെ പിള്ളേരെ അറിയാണ്ട് ഒരുത്തനും കെട്ടണ്ട. വാ ഗൈസ്. ബൈക്ക് അകത്തേക്ക് എടുത്തൂടെ? മമ്മ വയലണ്ടായ ബൈക്ക് എടുത്തോണ്ട് ഓടേണ്ടി വരും. പുറത്താ സേഫ്. മാസ് കാണിച്ച് ചവിട്ടി തുറക്കാൻ നോക്കണ്ട, ഗേറ്റിന്റെ നടുക്കഷ്ണമില്ല. ആരും കണ്ടില്ല. കമാൺ. ഹായ് മമ്മ. ഓനെ കളിക്കാനൊന്നും വിടൂലേ? ആ ദാ. മമ്മ സോഫ്റ്റ് ആയിട്ട്. എടാ ഓ മേലെ ഉണ്ടാ? മോളുണ്ട്, പോയിട്ട് പിന്നെ ഞാനാ പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ലേങ്ങായി. സംഭവം സീക്രട്ടാ. ഒറ്റില്ല ഒന്നങ്ങക്കുള്ള പൊളിക്കത്. കിരാനോ സച്ചിൻ. കിരാ, ഈ ബബീഷിനെന്താ ബിബീഷിനോട് എത്ര ദേഷ്യം? ഏട്ടന് പാര വെക്കാത്ത അനിയന്മാരിൽ ഏതെങ്കിലും വീടുണ്ടാ?
എന്റെ അറിവിലില്ല. മമ്മ ഞാൻ വരാം മമ്മ കഴിക്കാൻ. കഴിപ്പിക്കടാ. മമ്മ പ്ലീസ് ഗിവ് മീ സം പ്രൈവസി മമ്മ. ആഞ്ഞുമുട്ട്. മമ്മ ഞാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ വാവേ. വാവേ അത് എന്റെ ഫ്രണ്ട് ആ. അല്ലല്ല അതല്ല വരാനല്ല, വാവ സുരേഷ്. വെലിച്ചന്റെ വീട്ടിലെ ഒരു പാമ്പ് നൈസ് സ്മോൾ ചേര അങ്ങനെ. അല്ല നിങ്ങൾ എന്താ ടൂർണമെന്റ് ഉണ്ടാ? നമ്മ ഒരു മലമ്പാമ്പിനെ പിടിക്കാൻ വന്നതാണ്. അതെയാ? ഏത് മലമ്പാമ്പ് ഏടാ? കഴിഞ്ഞ ദിവസം നിന്നൊരു പെണ്ണിട്ടിട്ട് പോയപ്പോ ഈ തോളിക്കട നീ ഉളുപ്പില്ലാണ്ട് കരഞ്ഞു. ഞാൻ അടിക്കാൻ വെച്ചിരുന്ന അവസാനത്തെ ബാക്കി നീ അടിച്ചിട്ട് എന്റെ ഷർട്ട് തന്നെ വാള് വെച്ചു. ആ ഞങ്ങളോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല പിന്നെ ഞങ്ങളോട് രണ്ടാളോടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് പോട്ടെ. മിനിമം അബേട്ടിനോടും പവേട്ടിനോടെങ്കിലും നീ പറയണായിരുന്നു. ഒന്നിലെ ഓരോ പ്രായത്തിനെങ്കിലും ബഹുമാനിക്കണ്ടോ? കറക്റ്റ്. നിങ്ങൾ എന്നോ അറിഞ്ഞ പോലെ സംസാരിക്കുന്നു. അറിഞ്ഞു, കൂടുതൽ അറിയാനാന്ന് വന്നത്. പട്ടി ഡേ, 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 ഡേ. ഇവിടെ നോക്ക്, മോത്ത് നോക്കി സംസാരിക്കും. പറയണല്ലേ? പറയാമെന്ന കാര്യം വെച്ച് താമസിപ്പിക്കരുതെന്നോ സുജി പറഞ്ഞു. എന്ത് സഹായം വേണേലും ഞാൻ ചെയ്തിട്ടില്ലേ? അന്നാടാ വീട്ടിൽ വന്നപ്പോ പറയായിരുന്നില്ലേ? അന്നേരം കുറെ പറയണമെന്ന് വിചാരിച്ചിനി. പിന്നെ പറയണോ വേണ്ടോന്നൊരു സംശയം. പിന്നെ ഉറപ്പിച്ചു. പവിയേട്ടാ പറഞ്ഞോ? ഒരു കല്യാണം മുടക്കി തരൂ. ആരുടെ? എന്തിന്? എന്റെ അനിയത്തിന്റെ. സ്വന്തല്ലാണ്ട് ഞാൻ മുടക്കാൻ പറയോ? അല്ല, എനിക്ക് അങ്ങോട്ട് തിരിയുന്നില്ല. ഓക്ക് കുറച്ചായിട്ടൊരു ഇഷ്ടമുണ്ട്. പക്ഷെ കുറച്ചു ദിവസം മുന്നേ ഒരു ആലോചന വന്നിന്. അച്ഛൻ ഏകദേശം ഉറപ്പിച്ച പോലെയാണ്. ഞാൻ എന്റെ ഓരോ കല്യാണം മുടക്കുമ്പോൾ ഓക്കാണ് ആശ്വാസം. ഈ കല്യാണം മുടക്കലെല്ലാം മോശല്ലേ? നമ്മൾ തന്നെ എല്ലാം തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ആണുങ്ങൾ ചെയ്യുന്നത് മോശമല്ലേ? അല്ലേ? അത് ശരിയാന്ന്. പക്ഷെ എന്നാലും ഈ സൊസൈറ്റിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്തതെന്നാണ് എന്റെ ഒരു തിയറി. ഏത് പാൽ സൊസൈറ്റി? പാൽ സൊസൈറ്റി അല്ല, നമ്മളെ സൊസൈറ്റി. എല്ലാരും ഇല്ല, അവിടെ ഇത് മോശമല്ലേന്ന്. അതിലോളുവനും ഞാനൊന്നും പെടൂലേ? പെടും. നിങ്ങ പെടൂലേ? പെടും. അത് ഞാനത് മുടക്കിയാലും പെടുമല്ല. അല്ല, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഒരാഗ്രഹമില്ലേ? അതിപ്പോ ആരെ കല്യാണം കഴിക്കണു? നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ? അല്ല, അതിപ്പോ മുടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല. അതിപ്പോ അല്ലെങ്കിലും സുജിയുടെ സഹായം ചോദിച്ചാൽ നമ്മൾ ചെയ്തിരില്ലേ? ഈ സ്നേഹത്തിന് ഒരർത്ഥം മാത്രമല്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഇപ്പൊ ഇല്ലതിന് ഒരർത്ഥമില്ലു. പക്ഷെ അത് നടക്കണമെങ്കിൽ എനിക്ക് ഓളെ കാര്യത്തിൽ ഒരു സമാധാനം വേണം. ഓളെ പ്രേമം നടത്തി കൊടുക്കണം. കാര്യായിട്ടാ? ഇനിയും പ്രായം കൂടിയാ പ്രേമിക്കാൻ ഒരുപാട് സമയം പോവും. അതുകൊണ്ട് ഒരു വഴി ഉണ്ടാക്ക. എല്ലാം തിന്നണേ ബ്ലാക്കി. എന്തെന്ന്? എന്ത് തിന്നാ? ഈ മാടായിക്ക് പോയ പോലെ തിരിച്ചു വന്നിനി. ഓർത്ര വിളിച്ചണ പിന്നെ ഞാൻ പാട്ടും പാടി നടത്തണം. വിചാരിച്ചാലും നിനക്ക് പാടാൻ കഴിയില്ലല്ല. എന്തോ ഉണ്ടല്ലോ. അതെ, മനുഷ്യനാവുമ്പോ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലായിടത്തും വിളമ്പാൻ പറ്റൂല. സത്യം പറയടാ, ആ പിള്ളേർ നിന്നെ അടിച്ചിനാ? നിങ്ങളെ പൂട്ടാനുള്ള വഴി ഞാൻ കണ്ടുവച്ചു. ഏതായാലും മംഗലം കഴിക്കുന്ന കാര്യമല്ലല്ലോ. ആണെങ്കിലാ നിനക്ക് പെണ്ണ് കിട്ടുന്നതും കോയിക്ക് മല. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വെറുതെ അല്ലേ ഇളയപ്പോ നേരത്തെ നാട് വിട്ടു പോയത്. നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ്. അപ്പൊ നിന്റെ അച്ഛൻ അത് ഉണ്ടായിട്ടേ ഉണ്ടാവൂലല്ലോ. ഞാൻ തോറ്റു പോരെ. അതിനല്ലോ എപ്പോഴും തോക്കലല്ലേ. വെളിച്ചെണ്ണ കിട്ടിയില്ലേ? പപ്പടം കാച്ചു. എനക്ക് വിശക്കും. അത് പറയാൻ മറന്നു. പപ്പടം കഴിഞ്ഞു. അബേട്ടാ എണീക്കാ ബേട്ടാ. എന്തെങ്കിലും ഒന്ന് പറ ബേട്ടാ. സ്പീക്കപ്പ്. അബേട്ടാ ഞാൻ മൊത്തത്തിലൊന്ന് ബ്രീഫ് ചെയ്തുതരാം. 13 കൊല്ലായിട്ട് നിങ്ങ നോക്കിയ പെണ്ണിനെ ഈ ചങ്ങായി വെറും 13 സെക്കൻഡ് കൊണ്ട് അടിച്ചെടുത്ത്. അത് കേട്ടതും ചക്ക വെട്ടിട്ട പോലെ നിങ്ങ വീണ്. നിങ്ങ എണീക്കോ ഇല്ലയോ എന്ന് നോക്കി നിൽക്കുക. ഞങ്ങ കിട്ടിയാ കിട്ടിയാ ബോധം വന്ന് കരഞ്ഞ്. മെമ്മറീസ് മൊത്തം മച്ചിലാന്ന് തോന്നുന്നു. എന്താ വെച്ചില്ല? പ്രിയമുള്ളവരെ,
SR ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള ഉടൻ ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പായി അല്പസമയം മുമ്പ് നടന്ന ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിന്റെ വിജയികൾക്കായുള്ള സമ്മാനദാനം. ഫസ്റ്റ് പ്രൈസ് ചന്ദ്രിക രവീന്ദ്രൻ. ചന്ദ്രിക രവീന്ദ്രൻ. പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? കണ്ണുനീരു മാറ്റണോ വെണ്ണിലാവ് കാട്ടണോ? കണ്ണുനീരു മാറ്റണോ വെണ്ണിലാവ് കാട്ടണോ? എന്നും എൻ്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണോ പങ്കുവെക്കണോ? പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എൻ്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? എൻ്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? അബേട്ടാ 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 വർഷങ്ങളായിട്ട് ഈ കൈവളയിൽ അല്ലെങ്കിൽ കൈത്തണ്ടയിൽ കൊണ്ടുനടന്ന പെണ്ണിനെയാന്ന് നീ ബിബീഷൻ. അത് ശരി. ഇത് ഇയാൾ ഇത്രയും കാലമായിട്ട് ഓളോട് പറഞ്ഞോ? ഇപ്പൊ എന്നെ ലൈക്ക് ചെയ്യുന്ന പറയുമ്പോ കണ്ണടിയല്ലത്. അബേട്ടാ അതെന്താ പറയാൻ ചെയ്? 10ാം ക്ലാസ്സിലെ സെൻഡ് ഓഫ് ഡേ ഓളെന്ന് 5 പേജില് അവസാനത്തെ പേജിൽ ഓൾ ആദ്യമായി കുറിച്ചു. MA പഠിച്ചാലും PA പഠിച്ചാലും എന്നെ മറക്കരുത്. അയ്യേ അലമ്പ് ഫ്ലാഷ് ബാക്ക്. അമലെ ശേ അബേടിനുള്ളു ഓർക്കട്ടെ. കണ്ടിന്യൂ. എന്നിട്ട് താഴെ ഓൾ എഴുതി എന്നും അഭിഹേട്ടന്റെ. റൊമാൻറ്റിക്. എന്നിട്ട് നീണ്ട 13 വർഷം ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടിയില്ല. സൈലന്റായി ഞാൻ ഓളെ പ്രണയിച്ചു. ഓളുടെ ഓരോ ചിരിയിലും ആ പഴയ പ്രണയം ഉണ്ടെന്ന് കരുതി സമയാവാൻ ഞാൻ കാത്തിരുന്നു. എന്റെ പ്രണയം ഈ നാട്ടിലെ നിങ്ങളൊഴികെ ഒരു പട്ടിക്കുഞ്ഞിന് പോലും അറിയില്ല. എന്തിന് എന്റെ പവിയോടിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഓള് പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോ വൈകി പോലെ തോന്നുന്നു. ആ ഞഞ്ഞായി. എന്നാലും കല്യാണമൊക്കെ ഇത്ര പെട്ടെന്ന്. അതെന്നാ അറിയാ, ഒരു ദിവസം ഞാൻ അവളെ വിളിച്ചുതരാം. ഓളെ ഒച്ചയുണ്ട് ജനാർദ്ദനെ പോലെ. ആരി ഓളച്ചൻ. അങ്ങനെ അവളെ വീട്ടിൽ പിടിച്ചു. ചോദിച്ചാൽ ഓള് പറഞ്ഞു എന്നെ മാത്രം കല്യാണം കഴിക്കൂല. സ്വീറ്റ് ഗേൾ. കോളേജ് ടൈമോട്ട് എന്നെ അത്ര ഇഷ്ടം. ഓ ആലോചിക്കുമ്പോ തന്നെ രോമാഞ്ചം വരുന്നു. ഇതടാ ഉണ്ട് മദർ പ്രോമിസ്. ബിബീഷ് എന്താണ് തീരുമാനം? അഭിയേട്ടിന് വേണ്ടി ഒരു ത്യാഗം? നോ നെവർ. ആദ്യമായിട്ടൊന്നും ഒരു എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു. ഫസ്റ്റ് ടൈം. അത് ഞാൻ വിളിക്കും. നിങ്ങൾ വേഗം വിട്ടോട്ടാ. അമ്മ എനിക്ക് മാത്രമേ ലഞ്ച് ഉണ്ടാക്കിയിട്ടു. അപ്പേട്ടാ ക്ഷമിക്കാൻ പറ്റുമെന്ന് ക്ഷമിക്കാം. സ്പ്രെഡ് ലവ്. ഓ ലവ് അല്ല, ഹേറ്റ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. നായി. സമാധാനിപ്പിക്കും. അബേട്ടാ എല്ലാം ശരിയാവും. നിങ്ങൾക്ക് യോഗമില്ല എന്ന് വിചാരിച്ചാൽ മതി. എങ്കിലും ചന്ദ്രിക എന്നോട് നിങ്ങൾക്ക് അത്ര വിഷമാണെങ്കിൽ അഭിയേട്ടാ നമുക്കിതങ്ങ് മുടക്കിയാലോ? ഈ കല്യാണം മുടക്കൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷെ ലാഭം ഏർപ്പാടാണ്. റിസ്കിന്റെ കാര്യമല്ല, പക്ഷെ പുറത്തെറിഞ്ഞ വില പോകുന്ന കാര്യമല്ലേ. വില പോകുന്ന കാര്യം നോക്കിയിട്ട് കാര്യമില്ല. തീരുമാനം എടുക്കുക, ഇറങ്ങാം. അല്ലെങ്കിൽ എന്നെ പോലാവും. ഒരാളെ നടത്താനും മുടക്കാനും കടത്താനും നിങ്ങളെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പിന്നെ എന്നാണ് പിള്ളേരറിഞ്ഞ മോശല്ലേ? പിള്ളേർ അറിയാതെ കാര്യം നീ ചെയ്യുന്നത് ഭാവിയിൽ നിനക്ക് പിള്ളേർ ഉണ്ടാവുന്ന കാര്യം കൂടിയല്ലേ. അതാ പിള്ളേർ ക്ഷമിച്ചോളൂ. എന്നാലും പിള്ളേർ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകലില്ല. അതാണ്. ചന്ദ്രിക രവീന്ദ്രൻ ഒരു അടഞ്ഞ അധ്യായമായി മാറും. മാറ്റും. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ അടിവാങ്ങിച്ചേരുവോ ചങ്ങായി?
അഭിയേട്ട നിങ്ങളൊന്നും മിണ്ടാണ്ടിരി. ഇത് ഓന്റെ സ്ഥിരം പരിപാടിയാണ്, ആത്മാർത്ഥ പ്രണയമൊന്നുമല്ല. ഈ ആവേശത്തിൽ ഓൻ്റെ കൂടെ ഓള് പോയാൽ ഓളുടെ ജീവിതം കുട്ടിച്ചോറാവും. കല്യാണം മുടക്കുന്ന എല്ലാ നാറികളും ഇതേ ഡയലോഗ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ രണ്ടും രണ്ട് പാത്രത്തിലാക്കാം. കിര പിടിച്ച ആകെ നാറും. ചതിയും വന്നിട്ട് എല്ലാം ഉൾപ്പെടും. നാട്ടുകാരുടെ വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അതുപോട്ടെ, പവിയേട്ടനോട് എന്ത് പറയും? പറയണ്ട നോക്കണം. ആരും അറിയിക്കാണ്ട് തന്നെ നമുക്കിത് മുടക്കാം. ഞാൻ നാളെ ഇറങ്ങാം. ആ ചെക്കൻ്റെ പേരെന്താണ്? വേറെ ആൾക്കാരെ കുറിച്ച് ഇല്ലാത്തത് പറയാന്ന് വെച്ചാൽ മോശമല്ലേ അന്തരേട്ടാ? നീ അല്ലല്ലോ പറയുന്നത്, ഞാനല്ലേ. ചെക്കൻ്റെ പേരെന്താണ്? പേരും ഫോട്ടോയൊക്കെ ഓൾ എനിക്ക് അയച്ചു തരാന്ന് പറഞ്ഞു. പരിചയമില്ലാത്ത ആളായാ മതിയായിരുന്നു. ആരോടായാലും പറയുന്ന കാര്യം ഒന്നല്ലേ, പള്ളുകൂടി കഞ്ചാവ് പ്രയോഗം. അത് ശരിയാന്ന്. ഓളെ മെസ്സേജ് വന്നിന്. ഇത് നടക്കൂല അന്തരേട്ടാ, ഇത് ബിബീഷാന്ന്. എന്റെ തോളിൽ കൈയിട്ട് കിടക്കുന്ന ചെക്കനാന്ന്. ഓന്റെ കല്യാണം ഞാൻ എങ്ങനെ മുടക്കല്? അതെ, ഇതാ ബാലരേഖല്ലേ. അല്ല അന്തരേട്ടാ, നമുക്കിത് മുടക്കാം. ഓനെ കുറിച്ച് എനക്ക് എല്ലാം അറിയുന്ന സ്ഥിതിക്ക് ഞാനിത് മുടക്കിയില്ലെങ്കിൽ തെറ്റല്ലേ? ഇപ്പെങ്കും എനിക്ക് നിന്റെ സ്വന്തം കാര്യം നോക്കാൻ തോന്നിയല്ലോ ദേവി. ഇവൻ ഈ പിള്ളേരപ്പുറം കറങ്ങി നടക്കുന്നത് ഇല്ലാണ്ടാക്കിക്കൂടെ നിങ്ങൾക്ക്? അപ്പോഴെങ്കിലും ഞാൻ ഇത്തിരി മനസ്സമാനായിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് പിടിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയല് ദേവി, ഇവൻ ആ പിള്ളേരപ്പുറം കൂടി നടക്കുമ്പോഴും അവർ കോപ്രായത്തിന്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ അവൻ ആ സമയത്ത് ജീവിക്കുന്നതിൽ തോന്നലുണ്ട്. അതും വേണ്ടേ അല്പോ. എന്നാലും ഒരു ഉത്തരവാദിത്തം വേണ്ടത് ഇന്ന് പറയുന്നത് എനിക്ക് തിരുന്നില്ലപ്പാ. ഇതെങ്കിലും നടക്കുവാ? ആ ഒറിജിനലും കാണുന്നേ. അല്ലെങ്കിൽ ഇട വേണ്ട, വെറുതെ സ്പേസ് കളയാനായിട്ട്. അടുത്താണ് വന്നേ. കിരണ വലിയ ഡിമാൻഡ് ഇടാണ്ട് പ്ലാൻ പറ. വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉടായിപ്പിനെ കൊണ്ട് ബിബീഷ് ബാലിനെ കുറിച്ചുള്ള അതിഭീകരമായ സത്യങ്ങൾ ചന്ദ്രികയുടെ അച്ഛൻ്റെ അടുത്ത് വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ആദ്യത്തെ സീൻ. അതിന് നമ്മുടെ നാട്ടില് നമ്മല്ലാണ്ട് വേറെ എങ്ങനെ ആര് ഇറക്കും ഓന്തിനെ വീഴ്ത്താൻ ഓന്തിന്റെ നാവുള്ള ഒരു തന്നെ. ആദ്യം തന്നെ ഗസ്ട്രോളാ. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ചെക്കൻ ചെന്ന് പറഞ്ഞ ആള് വിശ്വസിക്കുക? അങ്ങനെ ഏതെങ്കിലും ഒരു ചെക്കൻ അല്ലെങ്കിലോ? പിന്നെ ശംഭു മഹാദേവൻ. ആളിച്ചിരി ഓൾഡാകും, പക്ഷെ അഭിനയമോഹിയം. മുമ്പൊരു പ്രാവശ്യം എൻ്റെ അടുത്ത് ചാൻസ് വെച്ച് വന്നിട്ടുള്ളതാണ്. അത്രയും പ്രായമുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്രൻ എന്തായാലും കേൾക്കും. ഓൾസോ ഈസ് എ ബ്രില്യന്റ് ആക്ടർ. ഈ സീൻ അയാൾ കലക്കും. കണ്ടിട്ട് കല്യാണം നടക്കുന്ന പോലെയൊന്നും തോന്നുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആടെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറ്റുമോ? പോവാം, പക്ഷെ അങ്ങനെയാണെങ്കിൽ കല്യാണം മുടക്കുന്നത് നമ്മളാന്ന് വരും. അപ്പൊ നമ്മയല്ലേ കല്യാണം മുടക്കുന്നത്? ഓ ആടാ, നാട് മൊത്തം പറഞ്ഞാൾക്ക് ചന്ദ്രേട്ടാ. ഒരു വഴി ഉണ്ടാക്കാം. ആക്ടിങ് ഒരിക്കടിച്ചല്ലടാ. ആ ചന്ദ്രേട്ടനാ? ഇവനുണ്ട്. എന്നാ രണ്ടാളും കൂടി പെണ്ണുകാണാനോ മറ്റോ ഇറങ്ങിയതാ? ഒന്നല്ല, ഇടത്തേക്കായിട്ട് വന്നാന്ന്. ഇവനെ വെറുതെ കൂട്ടിയതേ ഇല്ല. വെറുതെ എന്നിപ്പോ കാര്യം ബാലൻ ഓഫീസർ പോയായിരിക്കും അല്ലേ? ആ പോയിന് വൈകുന്നേരം വരൂ. എന്നാ പിന്നെ ഇങ്ങ വൈകുന്നേരം നീ അവിടെ ഇരിക്കടാ. ബിബീഷ് ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഓൺ ടൗണിൽ പോയിട്ടാണല്ലേ. ഞങ്ങ ഒരു പെണ്ണന്വേഷണമായിട്ട് വന്നതാണ്. ബിബീഷിന്റെ കാര്യം തന്നെ. ആ ജോലിയൊന്നും ഇല്ലെങ്കിലും നല്ല ചുറ്റുപാടിലല്ലേ. ഒരു ഉത്തരവാദിത്തല്ലേ ഇരിക്കട്ടെ. ചന്ദ്രേട്ടാ, നിങ്ങ വന്നതും പറഞ്ഞതെല്ലാം സന്തോഷം തന്നെ. നിങ്ങളോടെല്ലാം പറയാനിരിക്കൂന്ന്. ഓന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടില്ലേ? ആ അങ്ങനെയാന്ന് പറയാ. ഓനൊരു പെണ്ണിനെ കണ്ടിന്യൂന്ന് പറഞ്ഞു. നമ്മ പോയി നോക്കുമ്പോക്ക് നല്ല തറവാട്ടുകാരല്ലേ. പിന്നെ നമ്മളെ തൊട്ടടുത്ത നാട്ടുകാരും. പെണ്ണിന്റെ ഏച്ചീന്റെ കല്യാണം കഴിയാനുണ്ട്. അതുവരെ കാത്തിക്കണെന്ന് പറഞ്ഞിന്. അതുകൊണ്ടാന്ന് ആരോടും പറയാത്ത. നിങ്ങും ഇപ്പൊ ഇതാരോടും പറയണ്ട. ഇതാരോട് പറയാനല്ലേ? അല്ല ആ ബൈക്കിനെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഈ ബൈക്ക് നോക്കാം. ഹോട്ടൽ ബോർഡിൽ നിന്നൊരു ട്രാക്ക് ബാക്ക്. കിര, നീ പറഞ്ഞ ആളെപ്പോ വരും? എന്ത് ചെയ്യും? ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാം. ആരും ശ്രദ്ധിക്കാതെ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് അവരിൽ ഒരാളായി ശംഭു മഹാദേവൻ. ബാക്ക് ഷോട്ട്.
കിരണേ വെറുപ്പിക്കല്ലേ, കാര്യം പറയും. ഡാ, നീ പറകൂട്ടപ്പാ. രവീന്ദ്ര ഹോട്ടലിന് മുമ്പിലായി ബൈക്ക് നിർത്തി ചുറ്റും നോക്കി ഹോട്ടലിനകത്തേക്ക് നടന്നു കയറുന്ന ശംഭു. ഹോട്ടലിന്റെ ക്യാഷ് കൗണ്ടറിലായി ഹോട്ടൽ മുതലാളി രവി, അവിടെ തന്ത. ശംഭു പതിയെ അടുത്തുള്ള ടേബിളിൽ മാറിയിരിക്കുന്നു. ആടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തൊട്ടപ്പുറത്തെ ടേബിളിൽ മാറിയിരിക്കുന്നു. ഐഡിയ. അധികം താമസിയാതെ തന്നെ നല്ല മീഡിയം മധുരത്തിൽ ഒരു സ്ട്രോങ് ചായയും 2 പഴംപൊരിയും ഓർഡർ ചെയ്യുന്ന ശംഭു. രവീന്ദ്ര ഹോട്ടലിൽ പഴംപൊരി കൊള്ളൂല, ബോണ്ടയും കഴുകുകയും അതിനോട്ടോ. എടാ ഞാനിതൊന്ന് തീർത്തോട്ടെ. ഹാവി പറക്കുന്ന ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ശംഭു. അല്ലേലും ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതാണല്ലോ ഗുപ്തനിഷ്ടം. ചൊരണ്ടിയതല്ലേ അമലെ. എടാ ഓന്റെ പ്ലാനിങ് ഒന്ന് മൊത്തം പറഞ്ഞോട്ടെ, നീ കുറച്ചൊന്നും മിണ്ടാണ്ടിക്ക്. ഓ ആയിക്കോട്ടെ. ചായ മഴപൊരിയും കഴിച്ച ശേഷം ക്യാഷ് കൊടുക്കാനായി കൗണ്ടറിലേക്ക് നടക്കുന്ന ശംഭു. അയാൾ പേഴ്സ് പുറത്തെടുക്കുന്നു. ചായക്കും പഴംപൊരിക്കും മൊത്തം 32 രൂപ. അയാൾ 4 10 നോട്ടുകൾ പുറത്തെടുക്കുന്നു. അതിൽ നിന്നും മറ്റൊന്നുകൂടി പുറത്തെടുക്കുന്നു. ബിബീഷ് പാലന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതിവിദഗ്ധമായി ആ ഫോട്ടോ ആ നോട്ടുകൾക്കിടയിൽ ഒളിപ്പിക്കുന്നു. നേരെ മുതലാളി രവിയുടെ കൈകളിലേക്ക്. ശേഷം ഇത് ബിബീഷിന്റെ ഫോട്ടോ അല്ലേ? ബിബീഷിനെ നിങ്ങൾക്ക് അറിയാ? വിഭീഷണനെ അറിയാമോന്ന്? അവനെ അറിയാമെന്ന് പറയുന്നതേ നാണക്കേടാ. എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. അവനെ പറ്റി നാട്ടുകാർക്ക് ശരിക്കും അറിയില്ല. ഞാൻ വേറെ 1-2 ആൾക്കാരെടുത്ത് ചോദിച്ചു, അവർക്കും ഇതേ അഭിപ്രായം. നാട്ടിലെ ആളൊരു മാന്യൻ, എന്നാലേ അവന്റെ കളി മുഴുവൻ നാട്ടിന്റെ പുറത്താ. മംഗലാപുരത്തൊന്ന് അന്വേഷിച്ചു നോക്കേ. എന്തെന്നാന്ന് പറയൂ. അവനെ പല പ്രാവശ്യം മംഗലാപുരത്ത് പല ആശുപത്രികൾ വെച്ച് കണ്ടിട്ടുണ്ട്, അതും പല പെമ്പിള്ളാരുടെ കൂടെ. എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് തന്നെ ചേട്ട ഉദ്ദേശിക്കുന്നതന്നെ. ദൈവ, നിങ്ങളെ ദൈവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ദൈവ, അങ്ങനൊന്നുമില്ല, ഒരു ഉപകാരം. എങ്ങനുണ്ട്? സംഭവിക്കില്ലേ? നീ പറഞ്ഞ അത്ര വെറുപ്പിച്ചില്ലേ, ചെലപ്പോ ഏക്കും. ഈ ബിൽഡപ്പ് ഇത്തിരി കൂടി പോയില്ലേ? ശംഭുവിനെ പോലുള്ള ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് മിനിമം ബിൽഡപ്പ് ഒക്കെ വേണം സുഹൃത്തെ. അപ്പൊ എങ്ങനെ പരിപാടികള്? ശംഭു വരട്ടെ. കലൈஞன் black and white வல்லவன் என்றும் என்றும் இளைஞன் பெண்கள் கண் வைப்பவன் யாதுமே ஊரே யாவரும் கேளிர் உத்தமன் வீரன் இவன் பேசுற பேச்சு ஆடுற ஆட்டம் பார்க்கத்தான் போற ஜனம். ഇതെന്തിങ്ങനെ? തെബിയൊക്കെ അല്ലേ, ഒന്ന് കളറാക്കിയതായിരിക്കും. ഇങ്ങനാണോ ഇയാൾ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞില്ലാടാ പോകുന്നത്? കോസ്റ്റ്യൂമിലല്ല, പെർഫോമൻസിലാണ് കാര്യം. കണ്ടോ? വെയിറ്റർ ചോദിക്കേ. എന്ത് ചോദിക്കാൻ? താൻ ചോദിച്ചാലേ എനിക്ക് ഡയലോഗ് പറയാൻ പറ്റൂ. എന്ത് വേണം ചോദിക്കേ. ഓ അതെയാ, എന്താ വേണ്ടേ സാർ? 2 പഴംപൊരിയും ഒരു ചായയും. 2 പഴംപൊരി ചായ. 2 പഴംപൊരി ഒരു ചായ. എന്നെ അനുഗ്രഹിക്കണം. പിന്നെ 2 പൊറോട്ട എന്റെ കൂടെ ഉള്ള സാമ്പാർ പെട്ടെന്ന് വേണം. ഇനി സപ്ലൈർ വഴിയിൽ എന്തെങ്കിലും ഓപ്പറേഷനാണോ ആളുടെ പ്ലാൻ? ഒന്നും പറയാൻ പറ്റില്ല. ശംഭു മഹാദേവൻ ഈസ് അൻ അൺപ്രഡിക്റ്റബിൾ ആക്ടർ. ഐ സീ.